ബഹുമാന്യരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ഞാനിന്ന് ഫേസ്ബുക്കിൽ വന്നിരിക്കുന്നത് ഈ അടുത്ത കാലഘട്ടത്തിൽ കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാർ GST കുറച്ചു. ഇന്ന് ജനങ്ങൾക്കെല്ലാം വളരെ നിസ്സാര കാശിന് ഡെയിലി ചിലവ് കഴിഞ്ഞ് പോകാം എന്ന ഒരു നരേഷൻ ഉണ്ടാക്കി അതിൽ വിശ്വസിച്ചിരിക്കുന്ന ചില ജനങ്ങളുണ്ട്. ഞാൻ ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായ കോൺഗ്രസിൻ്റെ കുണ്ട്ര മണ്ഡലം പ്രസിഡന്റാണ്. അത് കാരണത്താലാണ് ഞാനിപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് ജനങ്ങൾ എത്തട്ടെ എന്നുള്ള ഒരു വിചാരം നിങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ 12% GST എന്നുള്ളത് മാറ്റിയിട്ട് 18%, 5% ആക്കിയിരിക്കുകയാണ്. അപ്പം നിലവിൽ മുന്നേയും 5%, 12%, 18%, 28% ഇങ്ങനെയൊക്കെയുള്ള സ്ലാബുകൾ ഉണ്ടായിരുന്നു. ആ സ്ലാബുകളാണ് ഇപ്പോൾ 5%, 18% ആക്കി നിലനിർത്തിയിരിക്കുന്നത്. ജനങ്ങളെ പറഞ്ഞ് പറ്റുകയാണ്, നിങ്ങൾക്ക് ഇനി മുതൽ വളരെ നിസ്സാരമായ കാശ് കൊണ്ട് നിങ്ങളെ ചിലവ് നിത്യവൃത്തി കഴിഞ്ഞു പോകാമെന്ന്. വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു അഭിസംബോധനയാണ് മോദി നിങ്ങളോടൊപ്പം നടത്തിയിരിക്കുന്നത്. സത്യത്തിൽ ഇതിന് മുന്നേയും നിത്യോപയോഗ സാധനങ്ങൾക്ക് ആൾമോസ്റ്റ് 5% തന്നെയാണ് GST. ഉദാഹരണത്തിന് പാം ഓയിൽ, സൂര്യ എണ്ണ, വെളിച്ചെണ്ണ, അങ്ങനെയുള്ള എഡിബിൾ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിലുകൾക്ക് പഞ്ചസാര, മൈദാമാവ്, വീറ്റ് ഫ്ലവർ, ജീരകം, പയർ, ഉലുവ, ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന എന്ത് ഐറ്റംസ് ഉണ്ടോ ഇവയെല്ലാം മുന്നേയും 5% തന്നെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ GST ഈ സെപ്റ്റംബർ 22 മുതൽ പുതിയ സ്ലാബിലാണ് GSTയുടെ ഘടന വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ വില കുറയുമെന്ന് ജനങ്ങളെ പറഞ്ഞ് വ്യാമോഹിപ്പിച്ചിരിക്കുകയാണ്. സത്യത്തിൽ സാധാരണക്കാരന് യാതൊരു ഗുണവും ഈ മോദി ഗവൺമെൻറ് കൊണ്ടുവന്ന GST എന്ന് പറയുന്ന സ്ലാബ് കൊണ്ട് യാതൊരു ഗുണവുമില്ല. സാധാരണക്കാരന് മാത്രമല്ല, നമ്മളെ സർക്കാരിനും യാതൊരു ഗുണവുമില്ല എന്നുള്ളൊരു കേരള സർക്കാരിനും വളരെ ഭീമമായ നഷ്ടത്തിലോട്ടാണ് പോകുന്നത്. ഇത് ഫെഡറൽ സംവിധാനത്തിൽ അവർ സ്റ്റേറ്റ് യൂണിയൻ അല്ലെങ്കിൽ ഫെഡറൽ സംവിധാനത്തിൽ ഓരോരോ യൂണിയൻ ടെറിട്ടറീസിനാണ്, അതായത് കേരളം, തമിഴ്നാട്, കർണാടക, പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ഇങ്ങനെയുള്ള ഓരോരോ സ്റ്റേറ്റിനും അധികാരങ്ങൾ കൊടുത്തിട്ട് സാധാരണക്കാര ജനങ്ങൾക്ക് വില കുറവിൽ ഭക്ഷ്യധാന്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ന് 97 രൂപ ഓരോ വ്യക്തികളായാലും ഡീസലിന് ഈടാക്കുന്ന ആ ഡീസൽ പ്രൈസ് സത്യം പറഞ്ഞാൽ ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയാൽ ഒരു ലിറ്റർ ഡീസല് ഇന്ത്യക്കാരായ ജനങ്ങൾക്കും കേരളക്കാരായ ജനങ്ങൾക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിനും കർണാടകയ്ക്കും എല്ലാം 35 രൂപ ഈടാക്കിയാൽ പോലും നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നഷ്ടമില്ല. ഇപ്പം 97 രൂപ വില ഉള്ള ഡീസലിന് 70 രൂപയിൽ എത്തിക്കുകയാണെങ്കിൽ സർക്കാരിന് 45 രൂപയോളം പല രീതിയിലും ടാക്സ് ലാഭമായിട്ട് കിട്ടും 70 രൂപയ്ക്ക് ഡീസൽ കൊടുത്താലും. കാര്യം ഡീസലിൻ്റെ പ്രോസസ്സിംഗ് ചാർജ് എല്ലാം ഇന്ന് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില പ്രകാരം 35 രൂപയിൽ കൂടുതൽ ഈടാക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ ഡീസൽ എന്ന് പറയുന്ന 97 രൂപയിൽ നിന്നും 70 രൂപയിലോട്ട് കൊണ്ടുവന്നാൽ ഇന്ത്യയിലെ സാധാരണക്കാരായ പാവങ്ങളായ ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. 30 രൂപ വിലയുള്ള പെട്രോളിന് ഇപ്പം 107 രൂപ 108 രൂപ എടുക്കുന്നില്ലേ? അതും 20% എഥനോൾ ചേർത്ത പെട്രോൾ. ഈ എഥനോൾ ചേർത്ത പെട്രോളിൽ നിന്നും ജനങ്ങൾക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടമുണ്ട്. പുതിയ എഞ്ചിനീയറിംഗ് മെത്തേഡിലൂടെ ഇറക്കുന്ന
മെഷീനറികൾക്ക് മാത്രമേ എത്തനോൾ ചേർത്ത പെട്രോള് കൊണ്ട് ആ എൻജിൻ കാലക്രമേണ നിലനിൽക്കുകയുള്ളൂ. ഇതിന് മുന്നേ ഇറക്കിയിട്ടുള്ള എല്ലാ എൻജിനുകളും, പെട്രോൾ വണ്ടിയുള്ള എൻജിനുകളും എഥനോളിൻ്റെ സംവിധാനത്തിലല്ല നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ വെറും 30 രൂപയിൽ താഴെ ഈടാക്കേണ്ട പെട്രോളിന് 108 രൂപ ഈടാക്കുമ്പോൾ എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഡീസൽ വില കുറച്ചുകൂടാ? 97 രൂപ വളരെ ഭീമമായ വിലയല്ലേ? അത് 70 രൂപയായിട്ട് മോദി ഗവൺമെൻറ് വില താഴ്ത്തി ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടത്തക്ക രീതിയിൽ ഗവൺമെൻറ് ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ഞാൻ എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന ബഹുമാന്യരായ വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. നിങ്ങൾക്കറിയാം, മോദി ഗവൺമെൻറ് എന്ത് കാട്ടുകൂട്ടിയാലും ഇവിടുത്തെ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല. പാർട്ടിക്കാർ പ്രതികരിക്കേണ്ട അവസ്ഥയില്ല. പാർട്ടിക്കാർ മാത്രം പ്രതികരിച്ചിട്ട് കാര്യമില്ല. കാരണം മോദി ഗവൺമെൻറ് ജനാധിപത്യ രീതിയിലല്ല നമ്മളെ ഭരണത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് കാട്ടുകൂട്ടിയാലും അവർക്ക് തന്നെ അറിയാം. നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്തല്ലോ ഞങ്ങൾ അധികാരത്തിൽ വന്നത്. വോട്ടിംഗ് അട്ടിമറിയിലൂടെയും കള്ള അഡ്രസ്സിലൂടെയും ഒരു സ്റ്റേറ്റിൽ നിന്ന് പല സ്റ്റേറ്റുകളിലും ജോലിക്ക് പോയ ആൾക്കാരെ പല രീതിയിലും നമ്മൾ വോട്ടിംഗ് ഇലക്ഷൻ പ്രോസസ്സിങ് നടക്കുമ്പോൾ ഏകദേശം 2-3 ഘട്ടമായിട്ട് തീർക്കാവുന്ന ഇലക്ഷൻ 7 പ്രാവശ്യം 8 പ്രാവശ്യം 2, 1, 1.5 മാസത്തെ ദീർഘ ദൂരം കൊണ്ടുവച്ചിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ജനങ്ങളെ അവർ തിരിച്ചവരുടെ നാട്ടിൽ വരുമ്പോൾ 1000-2000 രൂപയും കൊടുത്തിട്ട് വോട്ട് ചെയ്യിപ്പിക്കുന്ന സമ്പ്രദായം ഇതില്ലാതാകണമെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. നാം പ്രതികരിച്ചേ മതിയാവും. ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ടാണ്? ഒരു സ്ഥലത്ത് കേന്ദ്രം പല പല വികസന പദ്ധതിയും കൊണ്ടുവരുന്നെന്ന് പറയുന്നില്ല. റോഡ് മാത്രമേ വികസന പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നുള്ളൂ. എന്തിനാ റോഡ് വികസന പദ്ധതി എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന? റോഡുകളും ബ്രിഡ്ജുകളും പാലങ്ങളും. ആ ഒരു ബ്രിഡ്ജോ പാലോ ഉണ്ടാക്കുന്നതിൻ്റെ 10 ഇരട്ടി ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്തു ജനങ്ങളിൽ നിന്ന് ടോൾ പിരിച്ച് ഇവിടുത്തെ ഭീമന്മാർക്ക്, ആഗോള ഭീമന്മാരുണ്ട് നമ്മുടെ രാജ്യത്ത്, ഗുജറാത്തിലുള്ള ചില വ്യക്തികൾ, അവരെ വളർത്തുക, അവരിൽ നിന്നും കമ്മീഷൻ തട്ടി നമ്മുടെ ഭരിക്കുന്ന പാർട്ടികൾ വിദേശ രാജ്യത്ത് കൂടി സമ്പാദിച്ച് കൂട്ടുന്ന ഒരു സംവിധാനമാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അത് മോശമാകാം നല്ലതാകാം, ഏത് രീതിയിലാണ് കമൻറ്റ് ചെയ്യുക. ഇത് എല്ലാ രീതിയിലും കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം മുക്കും മൂലയിലും ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടണം. ഓരോ മനുഷ്യനും രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിച്ചുവെങ്കിൽ മാത്രമേ, കോൺഗ്രസ്സുകാർ മാത്രം നിന്നാൽ പോരാ, ജനങ്ങൾ, ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ജനങ്ങൾ, ജനാധിപത്യമായ ഈ രാജ്യം, ലോകം ഉറ്റുനോക്കുന്ന ഈ ജനാധിപത്യ രാജ്യം നിലനിൽക്കണമെന്നുണ്ട് എങ്കിൽ ഓരോ വ്യക്തികളും അവരവരുടെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് നാം പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഈശ്വരം ജഗന്നിയന്താവ് നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ നിർത്തുന്നു. എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്.